നോക്കൂ, അവരുടെ കൂട്ടത്തിൽ നിന്ന്, അതെ അവർ തന്നെ, നിനക്ക് വിരോധമായി നിൽക്കുന്ന, നിനക്ക് വിരോധമായി മാത്രം സംസാരിക്കുന്ന, നിനക്ക് ഗുണകരമാകുന്ന എന്ത് സംഭവിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതങ്ങനെ സംഭവിക്കരുത് എന്ന് കരുതി നിൽക്കുന്നവർ, ആ ശത്രുക്കളുടെ കൂട്ടം, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിനക്കനുകൂലമായി ഇന്ന് സംസാരിക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം 21-ാമത്തെ ദിവസം പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസത്തിലെ 21-ാമത്തെ ദിവസം. വലിയ സാക്ഷ്യങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഉൾപ്പെടെ അറിയിക്കുന്നു. ഒരിക്കലും ജീവിതത്തിൽ നടക്കുമെന്ന് കരുതാത്തത് നടന്ന സന്തോഷത്തിൻ്റെ സാക്ഷ്യങ്ങൾ, ഇനി ഉണ്ടാകത്തില്ല എന്ന് കരുതിയതുണ്ടായി വന്ന ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ 31 ദിവസം നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ 31 ദിവസം സാക്ഷ്യങ്ങളുടെ ആവർത്തനം തന്നെ ഉണ്ടാകും. ആമേൻ. ഒരു സാക്ഷ്യമല്ല, ഒന്നിലധികം അനവധി സാക്ഷ്യങ്ങൾ പറയുവാൻ കർത്താവ് നിങ്ങൾക്കും അവസരം നൽകും. പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. മണിക്കൂറുകൾ ഉപവസിക്കുവാനുള്ള അവസരം, ദിവസങ്ങൾ, ആഴ്ചകളൊക്കെ ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്കും അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ, ഞങ്ങളായിരിക്കുന്ന സാഹചര്യം നിങ്ങൾക്ക് അറിയത്തില്ല, ഇങ്ങ് ദൂരെ, അയ്യോ ഇവിടെ ആരാധന സ്വാതന്ത്ര്യമില്ല, ഒരു കൂട്ടായ്മയുടെ അനുഭവമില്ല, ജോലി തിരക്കാണ്, നിങ്ങളവിടെ ഉറങ്ങുമ്പോഴാണ് ഞങ്ങളിവിടെ ഉണർന്നിരിക്കുന്നതിനോ. നിങ്ങൾ ഏത് സാഹചര്യത്തിൽ, ഏത് അവസ്ഥയിലായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട് പ്രാപിക്കുവാൻ. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. അപ്പോൾ ആ ആലോചനയിലേക്ക്, ഈ 31 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പോകുന്ന ആ ആലോചനയിലേക്ക്, അതിനടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 43-ാമത്തെ വാക്യം. ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ താൽപ്പര്യം തടുത്തു. നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേൽ. അങ്ങനെ പോട്ടെ, ദൂതിവിടെയാണ്, ഒന്നുകൂടെ വായിക്കാം. ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ താൽപ്പര്യം തടുത്തു. ഒരുവനെ രക്ഷിക്കുവാൻ വേണ്ടി വേറൊരുത്തൻ ചിലരുടെ താൽപ്പര്യങ്ങൾക്ക് എതിരായി സംസാരിക്കുന്നു, അഥവാ അവരെ തടുക്കുന്നു. നിങ്ങൾ ഒരു നിമിഷം ശ്രദ്ധിച്ചേ. ഈ പ്രസ്തുത വേദഭാഗത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകരമായ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. യാത്രാമധ്യേ ഈജിയൻ കടലിടുക്കിൽ ആഞ്ഞുവീശിയ ഈശാനമൂലൻ എന്ന ചുഴലിക്കൊടുങ്കാറ്റിനാൽ പിടിക്കപ്പെട്ട് കപ്പൽ തകരപ്പെട്ട് പ്രാണനും കയ്യിൽ പിടിച്ച് കരയിലാണോ വെള്ളത്തിലാണോ എന്നറിയാത്ത സ്ഥിതിയിൽ 14 ദിവസം കഴിയുകയും അവസാനം പ്രതീക്ഷയോടൊരു കരയിലേക്ക് കാൽവയ്ക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് പടയാളികളിൽ നിന്നൊരു തീരുമാനമുണ്ടാകുന്നു. ഇവർ ഇങ്ങനെ മീൻസ് സുരക്ഷയ്ക്കായി ഒന്നുമില്ലാതെ ഇവർ പടയാളികളുടെ മധ്യത്തിലെ തടവുകാരായിട്ടാണ് ഈ കപ്പലിലായിരുന്നത്. പൗലോസ് ഉൾപ്പെടെയുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ കപ്പൽ ഛേദത്തെ തുടർന്ന് ഇവർക്ക് സുരക്ഷ ഒരുക്കുവാൻ കഴിയുന്ന മീൻസ് ഇവരെ ബന്ധിക്കുവാൻ കഴിയുന്ന ബന്ധന ഉപാധികളെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവർ കരയ്ക്ക് കയറിയാൽ ഓടിപ്പോകും, ഇവരെ പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല. അപ്പോൾ ഇവരെ കൊന്നുകളയാം അവർ തീരുമാനമെടുത്തു. അപ്പോൾ ഇവർ രക്ഷപ്പെട്ടെന്ന് കേട്ടിട്ട് രാജാവ് തങ്ങളെ ശിക്ഷിക്കേണ്ട, കൊന്നുകളയാം. അപ്പോൾ അതാകുമ്പോൾ എളുപ്പമാണല്ലോ. അപ്പോൾ അവിടെ കൊല്ലപ്പെടുവാനുള്ള ഒരാൾ അപ്പോസ്തലനായ പൗലോസാണ്, അഥവാ ഭക്തനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്. അവൻ കൊല്ലുവാൻ അധികാരമുള്ളവരിൽ നിന്ന് ഒരുത്തനെ ദൈവം എഴുന്നേൽപ്പിച്ചു. നീ തകർന്നു പോകാതിരിക്കുവാൻ, സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ തകർന്നു പോകാതിരിക്കുവാൻ, നീ നഷ്ടപ്പെട്ടവനായി തീരാതിരിക്കുവാൻ, തൊഴിൽ നഷ്ടപ്പെട്ട് മരിച്ചു ജീവിക്കാതിരിക്കുവാൻ ദൈവം നിനക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കും. എതിർ ചേരിയിലുള്ള, എതിർ പക്ഷത്തുള്ള, ഇന്നുവരെയും അവരിൽ നിന്ന് ഗുണകരമായതൊന്നും നിനക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, അല്ലേ? നല്ലതൊന്നും അവർ പറഞ്ഞിട്ടില്ല. സഹായം ചെയ്യേണ്ട സമയങ്ങളിലൊക്കെ അവർ മാറി നിന്നിട്ടേ ഉള്ളൂ. നിന്നെ ഉപദ്രവിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഒക്കെ അവരത് നന്നായിട്ട് മുതലെടുക്കുകയും ചെയ്തിട്ടുണ്ട്, നല്ലവണ്ണം ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു ദയ നീ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കേൾക്ക്, ഇതുവരെ നിനക്ക് എഗെയിൻസ്റ്റായിട്ട് നിന്ന മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുവൻ നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ പോകുന്നു. പൊതുവായ തീരുമാനം മാറുവാൻ പോകുന്നു. നിൻ്റെ ടെർമിനേഷൻ എന്ന, നിൻ്റെ ജോലി നഷ്ടപ്പെടലെന്ന, നിൻ്റെ സാലറി തടഞ്ഞു വയ്ക്കലെന്ന, യേശുവിൻ നാമത്തിൽ ആ പൊതുവായ തീരുമാനം ഒരുവൻ്റെ സംസാരത്താൽ മാറുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. ഈ ഉപവാസ
ഉപവാസവും പ്രാർത്ഥനയും ചില തീരുമാനങ്ങൾ റദ്ദ് ചെയ്യപ്പെടുവാൻ ഇടയായിത്തീരും. ഷബാല റാധോറിയ അവൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങൾ, മേലധികാരികളുടെ തീരുമാനങ്ങൾ, കോടതികളുടെ തീരുമാനങ്ങൾ, സഹോദരി നിനക്ക് എഗെയിൻസ്റ്റായി, സഹോദര നിനക്ക് എഗെയിൻസ്റ്റായി വന്ന തീർപ്പുകൾ, വിധികൾ സ്റ്റേ ചെയ്യപ്പെടുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. റാധലമ ജെഗനെ റാധൂറിയ ഈ ഉപവാസവും പ്രാർത്ഥനയും അത് നിനക്കാണ്. ചിലതിനെ സ്റ്റേ ചെയ്യിപ്പിക്കുവാൻ, കൂട്ടത്തോടെയുള്ള തീരുമാനങ്ങളെ റദ്ദ് ചെയ്യുവാൻ തക്കവണ്ണം അനുകൂലമായി ചിലർ, ഇന്നലെ വരെ അവർ അനുകൂലമായിരുന്നില്ല. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, കോടതിക്കകത്ത് ഇന്നലെ വരെ നിനക്ക് അനുകൂലമായിരുന്നില്ല. പരിഹാസമാണ്, കളിയാക്കലാണ്. ചിലരുടെയൊക്കെ സംസാരങ്ങൾ അനുകൂലമാണെന്ന് തോന്നിയാലും പിന്നത്തേതിൽ നിനക്ക് മനസ്സിലായി അവരൊക്കെ വെറുതെ കളിപ്പിച്ചതാണ്, അല്ലേ? അങ്ങനെയല്ലേ സഹോദരി? നിനക്ക് കിട്ടേണ്ട അവകാശത്തെ തടഞ്ഞു വയ്ക്കുന്ന, നീതി നടപ്പാക്കാതെ അതിനെ നീട്ടി കൊണ്ടുപോകുന്ന, അതെ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അവിടെ നിന്ന് നിനക്ക് അനുകൂലമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നു. ഷബറിധലമാഷെഖനെ ഇനി എങ്ങനെ മുൻപോട്ട്, ഇനി എങ്ങനെ എനിക്ക് ജീവിക്കുവാൻ കഴിയും? എൻ്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി ചേർത്ത് വെച്ചതെല്ലാം പോയി, എങ്ങനെ ഞാൻ ജീവിക്കും? എവിടെ ഞാൻ കയറി കിടക്കും? അതേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി ചില തീരുമാനങ്ങളെ ദൈവം മാറ്റുവാൻ പോകുന്നു. നീ വെറും കൈയോടെ മടങ്ങുവാൻ, നഷ്ടപ്പെട്ടവളായി മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ കുടുംബത്തിനകത്ത് നിനക്ക് വിരോധമായുള്ള തീരുമാനങ്ങൾ അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. എങ്ങനെയെങ്കിലും നിന്നെ പുകച്ച് പുറത്ത് ചാടിക്കണം, ഓടിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെടുത്ത് നിൽക്കുന്ന ചിലരുടെ സംസാരത്തെ കർത്താവ് മാറ്റിയത് നിനക്ക് ഫേവറബിളായിട്ട്, നിനക്ക് അനുകൂലമായിട്ട്. കാരണം കർത്താവ് അമേൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നീ അമേൻ ഇതുവരെ പിടിച്ചു നിന്നത്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. പൗലോസ് ഉൾപ്പെടെയുള്ള തടവുകാർ ആ കരയിലേക്ക് ഓടി കയറുവാൻ നോക്കുമ്പോൾ അവരുടെ പിന്നിൽ അവർ ഭയപ്പെട്ട് മരണത്തിനായി നിലവിളിച്ച ചില ദിനരാത്രങ്ങളുണ്ട്. സൂര്യനെപ്പോലും കാണുവാൻ കഴിയാതെ ഈജിയൻ കടലിടുക്കിൽ മരണത്തെ മുഖാമുഖം കണ്ട രാപ്പകലുകളുണ്ട്. ഭക്ഷണം കഴിക്കുവാൻ കഴിയാതെ, ഒന്ന് സമാധാനത്തോടെ നിൽക്കുവാനോ കിടക്കുവാനോ ഇരിക്കുവാനോ കഴിയാതെ നിലവിളിച്ച ദിവസങ്ങളുണ്ട്. നിന്നെപ്പോലെ തന്നെ മരണഭയത്തിൻ്റെ അവസ്ഥയിൽ നീ കരഞ്ഞ രാത്രികളിൽ നീ തകർന്നു പോകാതെ നിന്നെ കണ്ട ഒരു ദൈവം, അല്ലേ സഹോദരി? ആമേൻ. മക്കളില്ലാതെ ഒറ്റയ്ക്കായ സമയത്ത്, പ്രിയപ്പെട്ടവൻ നിന്നെ ഉപേക്ഷിച്ച സമയത്ത് നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് കർത്താവ് നിന്നെ കണ്ടതുകൊണ്ടാണ്. കേൾക്ക്, ഈ അവസ്ഥ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ ഭൂരിപക്ഷത്തിൻ്റെ മധ്യത്തിൽ നിന്ന് നിനക്ക് വിരോധമായി തീരുമാനങ്ങൾ എടുക്കുന്ന, നിനക്ക് വിരോധമായി സംസാരിക്കുന്ന ആ ഭൂരിപക്ഷത്തിന് മധ്യത്തിൽ നിന്ന് നിനക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. മാതാവേ, പിതാവേ, നിൻ്റെ തലമുറയ്ക്ക് അനുകൂലമായ, അവൻ്റെ കുടുംബജീവിതം, അവളുടെ കുടുംബജീവിതം അനുഗ്രഹമായി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം നിൻ്റെ തലമുറകൾക്ക് അനുകൂലമായ തീരുമാനങ്ങളെ എൻ്റെ ദൈവം തരുവാൻ പോകുന്നു. അതിന് തക്കവണ്ണം ചിലരെ സംസാരിക്കുവാൻ പ്രാപ്തിയുള്ള, യോഗ്യതയുള്ള ചിലരെ, വാല്യൂ ഉള്ള ചിലരെ, യെസ് ആമേൻ. പലരും സംസാരിക്കുന്നുണ്ട്. അയ്യോ, പലരും സംസാരിച്ചതാണ് പാസ്റ്ററേ ഇത്രത്തോളം ഗതി വഷളാക്കി തീർത്തതിനോ. അങ്ങനെ ആരെങ്കിലും എന്തിനെങ്കിലും വേണ്ടി സംസാരിക്കുന്ന ആരെങ്കിലും അല്ല. വാക്കിന് വിലയുള്ള ചിലർ നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ പോകുന്നു. ആ ബാങ്കിനകത്ത് റെഡിയാണോ? പ്രാർത്ഥിച്ചു തുടങ്ങും. വാക്കിന് വിലയുള്ളവർ. ജപ്തി നടപടി സ്റ്റേ ചെയ്യപ്പെടുക. യേശുവിൻ നാമത്തിൽ ജപ്തിയായി പോകത്തില്ല സഹോദരി, ജപ്തി നടക്കത്തില്ല സഹോദര. പ്രാർത്ഥിക്ക്, അത് സ്റ്റേ ചെയ്യപ്പെടുക. ഷബറിധലമാഷെഖനെ ആ ലോൺ കിട്ടാതിരിക്കത്തില്ല. നിൻ്റെ ഭവനത്തിൻ്റെ പണി പകുതി വഴിയിൽ തീർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. യെസ്, ലോൺ സാങ്ഷൻ ആകുക. നിനക്ക് വേണ്ടി ചിലർ സംസാരിക്കുക. റാബ ഷെഖനെ റാധൂറിയ സാവകാശങ്ങൾ ലഭിക്കുവാൻ പോകുക. നിനക്ക് വേണ്ടി അമേൻ. റാബ ഷെഖനെ റാധൂറിയ ഷബല റഥരെ ഷന്താർഗന. ഈ 31 ദിവസം പ്രിയരെ ഭയങ്കരമായിട്ടുള്ള സാക്ഷ്യങ്ങളുണ്ടാവും. ഞങ്ങൾക്ക് ഒരു സംശയമില്ല. കാരണം ഇന്ന് 20 ദിവസം കഴിഞ്ഞ് നമ്മൾ 21ാമത്തെ ദിവസത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ അവിധത്തിലുള്ള സാക്ഷ്യങ്ങളാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഞങ്ങൾ പിശാചിനോട് വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ആമേൻ. ഞങ്ങൾ അതിനൊക്കെ വിടുതൽ കാണുമ്പോൾ സഭയുമായി നിങ്ങളുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. ഞങ്ങൾക്കുറപ്പുണ്ട്, ഞങ്ങൾ ലക്ഷ്യം വച്ചതിലപ്പുറം വിടുതലുകളോടെ ഈ ഉപവാസ പ്രാർത്ഥന അവസാനിക്കും. ഒരു സംശയവുമില്ല. കാരണം പിശാച് അത്രമാത്രം ഭയപ്പെടുന്നുണ്ട് ഈ ഉപവാസ പ്രാർത്ഥന. ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ആമേൻ. തിരക്കിലേക്ക് പോകേണ്ട സാഹചര്യങ്ങളെ പിശാചൊരുക്കി ശാരീരികമായി ഒത്തിരി ബുദ്ധിമുട്ട്. ഉപവാസ പ്രാർത്ഥനയിലൊക്കെ മിക്കവാറും മക്കളെ ആയിരിക്കും പിശാച് കരങ്ങളിൽ എടുക്കുന്നത്. മീൻസ് മൂത്തയാളുടെ ആയിരിക്കും. പെട്ടെന്ന് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ, ഞങ്ങളുടെ മൂത്ത മകന് രോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് പ്രേക്ഷകർ കുടുംബത്തിലെ അംഗങ്ങൾക്ക് അറിയാമല്ലോ. അവൻ ഹാർട്ട് ഡിസീസ് ഉള്ളൊരു കുഞ്ഞായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പോയിട്ട് എന്തെങ്കിലും അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് വാങ്ങാൻ പറ്റത്തില്ല. അവനെ നമുക്ക് നേരെ
മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോകേണ്ടി വരും. അതിനടുത്ത് ആണ് ശ്രീചിത്ര ഹോസ്പിറ്റൽ. അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് അവർക്ക് റെഫർ ചെയ്യാൻ പറ്റും. നമുക്കൊരു പേടി വേണ്ട. അപ്പോൾ അവരെ കയ്യിലെടുത്തുകൊണ്ടായിരിക്കും പിശാച് പലപ്പോഴും വെല്ലുവിളി ഉയർത്തുന്നത്. ഒരു തവണ നിങ്ങൾക്ക് ഓർമ്മ കാണും, നമ്മുടെ ഇതുപോലത്തെ ഒരു ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ, ഏപ്രിലെ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ അവൻ വീണിട്ട് കയ്യിൽ വലിയ മുറിവുമായിട്ട് ഞങ്ങൾ ഭയപ്പെട്ടു പോയി. ഉപവാസം ബ്രേക്ക് ചെയ്യേണ്ട അവസ്ഥയായി. കാരണം ഞാനും വൈഫും മാത്രമേ ഉള്ളൂ ആശുപത്രിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ ആഗതിയിലെത്തി. പക്ഷേ അവിടെ കർത്താവ് കാത്തു കേട്ടോ. അത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സാക്ഷ്യങ്ങൾ അതിനകത്ത് നിന്ന് എഴുന്നേറ്റു. അതുപോലെ ഓരോ തവണയും ഇപ്രാവശ്യം ഇളയ മകൻ അവൻ്റെ വീഴ്ചയോട് വീഴ്ച, അവൻ കാല് വയ്ക്കുന്നിടത്തെല്ലാം വീഴുക, ഓട്ടം, മൂത്ത ആളിനും വയ്യ, പനി, ജലദോഷം, വൈഫ്, ഞങ്ങൾ പൂർണ്ണമായിട്ടും മീൻസ് പനിയുടെയും ജലദോഷത്തിൻ്റെയും ബുദ്ധിമുട്ടാൽ ശബ്ദമൊന്നും പുറത്തു വരുന്നില്ല. രാവിലെ സ്തോത്രം ഉപവാസത്തോടെ കാപ്പി കുടിച്ച് അപ്പോൾ ഉപവാസത്തോടെ മീൻസ് ആഹാരം കഴിക്കാതെ ഈ കരിപ്പട്ടി കാപ്പി, അതായത് നമ്മുടെ പനിക്കാപ്പി ഉണ്ടല്ലോ, അത് കഴിക്കുന്നവരുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാമല്ലോ. ആ ബുദ്ധിമുട്ടെല്ലാം ഫേസ് ചെയ്ത് നിൽക്കുക. നിശ്ചയമായി ഞാൻ പറയട്ടെ, പിശാച് ഭയപ്പെടുന്നുണ്ട്. പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ റെഡിയാണോ? തീരുമാനങ്ങൾ മാറും. നിൻ്റെ തലമുറകൾക്ക് വിരോധമായി ദേശത്തിൽ ചില കുടുംബങ്ങൾ, ചില വ്യക്തികൾ എടുത്ത തീരുമാനങ്ങളെ ദൈവം മാറ്റിക്കുവാൻ പോകുക. അവരെ വിടത്തില്ല എന്ന്, വിവാഹം നടക്കുവാൻ അനുവദിക്കത്തില്ല എന്ന്, നന്നായി ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന്, അവിടെ തൊഴിൽ ചെയ്യുവാൻ അനുവദിക്കത്തില്ല എന്ന്, നല്ല പേരുണ്ടാകുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചിലരുടെ തീരുമാനങ്ങളെ എൻ്റെ ദൈവം മാറ്റുവാൻ പോകുക. റാഥാലമാഴിഷേഖനെ നിൻ്റെ ബിസിനസ്സിന് വിരോധമായി, നിൻ്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി, നിൻ്റെ ആത്മീയ ഭൗതിക ജീവിതത്തിനും മുൻപോട്ടുള്ള യാത്രയ്ക്കും വിരോധമായി എടുക്കപ്പെട്ട തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾക്ക് കാരണമായ കൂട്ടത്തിൽ നിന്നൊരുവനെ നിനക്ക് അനുകൂലമായി എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ പോകുക. ഓ ഷബാറി തലമ ഷെഖനെ പൗലോസ് മുഖാന്തരം ആ കൂട്ടം, വേറൊരു കൂട്ടം രക്ഷപ്പെട്ടു. നീ മുഖാന്തരം നിനക്കൊപ്പമുള്ള കൂട്ടം ആ വിടുതൽ കാണുവാൻ പോവുക. റെഡിയാണോ? പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ ആ വിടുതൽ പ്രാപിക്കുവാൻ, തീരുമാനങ്ങളെ മാറ്റുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി അനുഭവിക്കുവാൻ നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഉപവാസം ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. പതിവ് പോലെ എല്ലാ ദിവസങ്ങളിലും ദൈവം വെച്ചാൽ രാവിലെ 7:30 8:30 ഇവിടേക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്കെന്ന വചന പരമ്പരയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കും. നിത്യത എന്ന ലക്ഷ്യത്തിൽ എത്തുവാൻ, ഈ ഭൂമിയിൽ പ്രാപിക്കേണ്ടത് പ്രാപിച്ച് സാക്ഷിയായി നമുക്കൊപ്പമുള്ളവരെയും കൂടെ കൂട്ടുവാൻ ചേർന്നു. രാവിലെ പ്രിസർ ഫാമിലി ഗ്ലോബൽ നമ്മുടെ യൂട്യൂബ് ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലും ലൈവാണ്, ജോയിൻ ചെയ്താൽ മതി. അതുപോലെ വൈകുന്നേരം 7:30 8:30 ഇടയ്ക്കുള്ള സമയത്ത് വചന ശുശ്രൂഷയും മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ഭയങ്കര ബ്ലെസ്സിംഗ് ആണ്. സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു, ജോയിൻ ചെയ്തു. വെള്ളിയും ഞായറും സഭയുടെ മീറ്റിങ്ങുകളാണ്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാം. ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന എവിടെ വെച്ചതോ? തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് ജോയിൻ ചെയ്തു. കൂടെ കടന്നു വന്നു. ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. ഈ വൈകുന്നേരം 3 മണിക്ക് നമ്മുടെ കാട്ടാക്കടയ്ക്ക് അടുത്ത് തൂങ്ങാമ്പാറ കഴിഞ്ഞ് കൊറ്റമ്പള്ളി, അത് കഴിഞ്ഞ് അമ്പലത്തിന് കാല, അതിനടുത്ത് വെച്ചിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉള്ള ആളാണെങ്കിൽ കടന്നു വന്നാൽ അനുഗ്രഹമായിരിക്കും. ഒരു വിശാലത, ശരിയായ ഒരു പ്രാർത്ഥന കൂട്ടായ്മയുടെ ശക്തി അനുഭവിക്കുവാൻ നിങ്ങൾക്കതൊരു അവസരം നൽകിത്തരും. കടന്നു വന്നു പ്രാർത്ഥിക്കട്ടെ. യേശുവേ നല്ല കർത്താവ്, ഈ ജനത്തെ ഘടകങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഉപവാസത്തിൻ്റെ 21ാമത്തെ ദിവസം. അപ്പോൾ പലരുടെയും തീരുമാനങ്ങൾ ഇവർക്ക് വിരോധമായി മാറുമ്പോൾ കഠിനമായ വേദനയും നിരാശയും അനുഭവിച്ച് പുറത്തു വരുവാൻ കഴിയാതെ, നല്ലത് പ്രാപിക്കുവാൻ കഴിയാതെ, സന്തോഷങ്ങൾ അനുഭവിക്കുവാൻ കഴിയാതെ ഈ പ്രിയപ്പെട്ടവരായിരിക്കുന്നു. സ്വർഗ്ഗം അങ്ങ് പ്രവർത്തിക്കണം. യേശുവേ, ഇവർക്ക് വേണ്ടി ചിലരുടെ തീരുമാനങ്ങളെ അങ്ങ് മാറ്റണമേ. തൊഴിൽ സംബന്ധമായി സ്വർഗ്ഗം അത്ഭുതം പ്രവർത്തിക്കണമേ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. തൊഴിലിടത്തിൽ ഇവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. ജോലിയില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകി സ്വർഗ്ഗം അങ്ങ് മാനിക്കണമേ. ഒതുക്കിക്കിട്ടുന്ന സകല മാനുഷിക വൈശാചിക വെല്ലുവിളികളെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ തകർത്ത് പ്രാർത്ഥിക്കുന്നു. ഷാബ റീഥാലമ ഷെഖനെ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അങ്ങ് സൗഖ്യമാക്കട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും വഴി മാറട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. ടെൻഷൻ മാറിപ്പോകട്ടെ. സ്വസ്ഥതയില്ലാത്ത സമാധാനമില്ലാത്ത അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. ഓ ഷാബി റാധൂലിയ ശമന റസലെ കടഭാരങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ കടഭാരങ്ങളും മാറട്ടെ. സാവകാശം കിട്ടട്ടെ. കൊടുക്കുവാനുള്ള വഴികൾ തുറക്കപ്പെടട്ടെ. ജപ്തി നടപടികളെ അങ്ങ് ക്യാൻസൽ ചെയ്ത കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മക്കളുടെ വിവാഹങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. പഠനം അനുഗ്രഹമായി തീരട്ടെ. IELTS, OET, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതുന്നവർ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ.
PR ലഭിക്കട്ടെ, വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ, വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടട്ടെ, സ്റ്റാമ്പ് ചെയ്ത് വരട്ടെ. യെസ്, എല്ലാ വെല്ലുവിളികളും വഴിയട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. 21-ാമത്തെ ദിവസം ഇവർ അങ്ങയുടെ നാമത്തിൽ അത്ഭുതം കാണട്ടെ. ഭവനങ്ങൾ പണിയപ്പെടട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ, മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ. കുടുംബജീവിതങ്ങളെ കലക്കി മറിക്കുന്ന സകല വെല്ലുവിളികളും വിരോധമായി എഴുതപ്പെടുന്ന എഴുത്തുകുത്തുകളെയും ക്യാൻസൽ ചെയ്യുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിക്കട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായിരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. രാവിലത്തെ വൈകുന്നേരത്തെ കാര്യം മറക്കണ്ട. തുടർന്നും നാളെ പകലിൽ ദിവസം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം വെച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.